ഐക്യു എന്ന ബ്രാൻഡിന്റെ ഐക്യു Z9 ലൈറ്റ് 5G എന്ന പുതിയൊരു സ്മാർട്ട് ഫോൺ ഇന്ത്യൻ മാർക്കറ്റിൽ ലോഞ്ച് ചെയ്യാൻ പോകുന്നുണ്ട്. ഈ ഒരു ഫോണിന്റെ ഇന്ത്യയിലെ ലോഞ്ച് ഡേറ്റ് ഇപ്പം ഒഫീഷ്യലായിട്ട് തന്നെ കൺഫേം ആയിട്ടുണ്ട്. പിന്നെ ഫീച്ചേഴ്സിനെ പറ്റിയിട്ടുള്ള പല കാര്യങ്ങളും ഇപ്പം അറിയാനും കഴിഞ്ഞിട്ടുണ്ട്. എന്തായാലും ഈ ഒരു വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് ഐക്യു Z9 ലൈറ്റ് 5G എന്നുള്ള സ്മാർട്ട് ഫോണിനെ പറ്റിയിട്ടാണ്. ആദ്യം നമ്മൾ ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഐക്യു Z9 ലൈറ്റ് 5Gയിൽ 6.56 ഇഞ്ചിന്റെ HD+ ഡിസ്പ്ലേ ആയിരിക്കും വരിക. അപ്പം ഇതിൽ ഫുൾ HD റെസൊല്യൂഷൻ വരാൻ ചാൻസ് ഇല്ല, ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. പിന്നെ വിലയും അതിനനുസരിച്ചിട്ട് വരുന്നേക്കാം, 10,000 രൂപ പ്രൈസിലൊക്കെ ആയിട്ട് വന്നേക്കാം. പിന്നെ LCD പാനലുമായിട്ടായിരിക്കും ഈ ഒരു സ്മാർട്ട് ഫോൺ വരിക. അതുപോലെ തന്നെ പറയേണ്ട ഒരു കാര്യം എന്താ വെച്ചാൽ വാട്ടർ ഡ്രോപ്പ് നോച്ച് ഡിസൈനുള്ള നോച്ചായിരിക്കും ഈ ഫോണിൽ വരിക. പഞ്ചോൾ ഡിസൈൻ വരാൻ ചാൻസ് ഇല്ല. 10,000 രൂപ പ്രൈസ് റേഞ്ചിൽ പഞ്ചോൾ ഡിസൈൻ ഉണ്ടായിരുന്നെങ്കിൽ കുറച്ചും കൂടി നന്നായേനെ. പിന്നെ 90 ഹെർട്സിന്റെ റിഫ്രഷ് റേറ്റും കാര്യങ്ങളൊക്കെ ഇതിൽ സപ്പോർട്ട് ചെയ്യുന്നതായിരിക്കും. പിന്നെ ഈ ഫോണിന്റെ പീക്ക് ബ്രൈറ്റ്നസ് വരിക 840 നിറ്റ്സ് ആയിരിക്കും. അപ്പോൾ ഡിസ്പ്ലേ ഫീച്ചേഴ്സ് അത്ര മികച്ചതായിക്കൊള്ളണം എന്നില്ല. HD റെസൊല്യൂഷനും അതുപോലെ തന്നെ വാട്ടർ ഡ്രോപ്പ് നോച്ച് ഡിസൈനൊക്കെ ആയിരിക്കും ഇതിൽ വരിക. പിന്നെ ഈ ഫോണിൽ സൈഡ് മൗണ്ടഡ് ഫിംഗർ പ്രിന്റ് സെൻസർ വരുന്നതായിരിക്കും. പിന്നെ IP64 റേറ്റിംഗ് ഇതിൽ സപ്പോർട്ട് ചെയ്തേക്കാം. ഇപ്പോൾ 10,000 രൂപ പ്രൈസ് റേഞ്ചിലേക്ക് IP64 റേറ്റിംഗ് വരികയാണെന്നുണ്ടെങ്കിൽ അത് എടുത്തു വരേണ്ട ഒരു കാര്യം തന്നെയാണ്. പൊതുവേ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ IP64 റേറ്റിംഗ് ഒന്നും കാണാറില്ല. ഈ ഫോണിന്റെ ഹൈലൈറ്റ് ആയിട്ടുള്ള ഒരു ഫീച്ചർ എന്ന് പറയുന്നത് ഇതിന്റെ പ്രോസസ്സർ ആയിരിക്കും. MediaTek Dimensity 6300 എന്ന പ്രോസസ്സർ ആയിരിക്കും ഈ ഫോണിൽ വരിക. ഇപ്പം 10,000 രൂപ പ്രൈസ് റേഞ്ചിലൊക്കെ ഇത് അത്യാവശ്യം നല്ലൊരു പ്രോസസ്സർ തന്നെയാണ്. അതുപോലെ തന്നെ പറയേണ്ട ഒരു കാര്യം 5G സപ്പോർട്ട് കാര്യങ്ങളൊക്കെ ഇതിൽ വരുന്നതായിരിക്കും. 8ഓളം 5G ബാൻഡ്സും ഇതിൽ വന്നേക്കാം. പിന്നെ LPDDR4Xന്റെ റാം ആയിരിക്കും ഇതിൽ വരിക. മെമ്മറി എക്സ്പാൻഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ മെമ്മറി കാർഡ് സ്ലോട്ടും കാര്യങ്ങളൊക്കെ വരുന്നതായിരിക്കും. വെർച്വൽ റാം എന്നുള്ള ഫീച്ചർ ഇതിൽ വന്നേക്കാം. അതായത് എക്സ്ട്രാ റാം വേണ്ട സമയത്ത് ഇന്റേണൽ മെമ്മറിയിൽ നിന്ന് കുറച്ച് മെമ്മറി എടുത്തിട്ട് അത് റാമായിട്ട് യൂസ് ചെയ്യുന്നതായിരിക്കും. പിന്നെ സിംഗിൾ സ്പീക്കർ ആയിരിക്കും ഈ ഫോണിൽ വരിക. സ്റ്റീരിയോ സ്പീക്കേഴ്സ് ഈ ഫോണിൽ വരാൻ ചാൻസ് ഇല്ല. 3.5mm ഓഡിയോ ജാക്ക് ഈ ഫോണിൽ വരുന്നതായിരിക്കും. Android 14 ബേസ് ആയിട്ടുള്ള ഫൺ ടച്ച് OS സോഫ്റ്റ്വെയർ ഈ ഫോണിൽ വന്നേക്കാം. ക്യാമറയുടെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ ഫോണിന്റെ പിന്നിൽ ഡ്യുവൽ ക്യാമറ സെറ്റപ്പ് വരുന്നതായിരിക്കും. 50 മെഗാ പിക്സലിന്റെ f1.8 അപ്പേഴ്സിൽ വരുന്ന മെയിൻ ക്യാമറ സെൻസർ ഈ ഫോണിൽ വരുന്നതായിരിക്കും. പിന്നെ 2 മെഗാ പിക്സൽ ഒരു ഡെപ്ത് സെൻസറും വന്നേക്കാം. ഫ്രണ്ടിൽ 8 മെഗാ പിക്സൽ സെൽഫി ക്യാമറ വരാനാണ് സാധ്യത. അപ്പോൾ ക്യാമറയിൽ അൾട്രാ വൈഡ് ആംഗിൾ ലെൻസ് ഒന്നും വരാൻ ചാൻസ് ഇല്ല. പക്ഷേ 10,000 രൂപ പ്രൈസ് റേഞ്ചിൽ അത് വലിയൊരു പ്രശ്നമായിട്ട് പറയാനും പറ്റില്ല. ബാറ്ററിയുടെ കാര്യത്തിൽ 5000 mAh ബാറ്ററി ആയിരിക്കും വരിക. 15 വാട്ടിന്റെ ഫാസ്റ്റ് ചാർജ് സപ്പോർട്ട് ഇതിൽ വന്നേക്കാം. ഇപ്പം 10,000 രൂപ പ്രൈസ് റേഞ്ചിലേക്ക് ഒരു 18 വാട്ടിന്റെ ഫാസ്റ്റ് ചാർജ് സപ്പോർട്ട് എങ്കിലും ഉണ്ടായിരുന്നെങ്കിൽ കുറച്ചുകൂടി നന്നായേനെ. പിന്നെ Type C ചാർജിംഗ് പോർട്ടും ഇതിൽ വരുന്നതായിരിക്കും. അപ്പോൾ തരക്കേടില്ലാത്ത ഒരു ബാറ്ററി സെറ്റപ്പ് ഇതിൽ വന്നേക്കാം. അപ്പം ഇതൊക്കെയാണ് ഫീച്ചേഴ്സിനെ പറ്റി പറയാനുള്ള കാര്യങ്ങൾ. ഇനി ലോഞ്ച് ഡേറ്റിന്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ ജൂലൈ 15 ഈ സ്മാർട്ട് ഫോണിൽ ലോഞ്ച് ചെയ്യാൻ പോകുന്നത്. ലോഞ്ച് ഡേറ്റ് ഇപ്പോൾ ഒഫീഷ്യലായിട്ട് കൺഫേം ആയിട്ടുണ്ട്. ആമസോൺ വഴിയായിരിക്കും ഈ ഫോണിന്റെ സെയിലും കാര്യങ്ങളൊക്കെ നടക്കുക. ആമസോണിൽ ഓൾറെഡി ഇതിന്റെ ടീസർ വന്നിട്ടുണ്ട്. പിന്നെ പറയേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഇപ്പം അടുത്ത് ഇന്ത്യൻ മാർക്കറ്റിൽ വിവോ T3 ലൈറ്റ് 5G എന്നൊരു സ്മാർട്ട് ഫോൺ ലോഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. ഈ ഒരു ഐക്യു Z9 ലൈറ്റ് 5G എന്ന ഫോൺ ആ ഒരു ഫോണിന്റെ ഒരു റീബ്രാൻഡഡ് വെർഷൻ ആയിരിക്കുമെന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത്. അപ്പം അതിൽ വരുന്ന ഏകദേശം സെയിം ആയിട്ടുള്ള ഫീച്ചേഴ്സ് ഒക്കെ തന്നെയായിരിക്കും ഇതിൽ വരിക. പിന്നെ വിവോ T3 ലൈറ്റ് 5G എന്ന സ്മാർട്ട് ഫോൺ ഇന്ത്യൻ മാർക്കറ്റിൽ 10,500 രൂപ പ്രൈസ് റേഞ്ചിലായിട്ടാണ് ലോഞ്ച് ചെയ്തിട്ടുള്ളത്. അപ്പം ഈ ഒരു ഫോൺ നമുക്ക് ഒരു 10,000 രൂപ പ്രൈസ് റേഞ്ചിൽ എക്സ്പെക്ട് ചെയ്യാവുന്നതാണ്. ഒരു 500 രൂപ കുറഞ്ഞേക്കാം. എന്തായാലും ഐക്യു Z9 ലൈറ്റ് 5G എന്ന പുതിയൊരു സ്മാർട്ട് ഫോൺ ലോഞ്ച് ചെയ്യാൻ പോകുന്നുണ്ട്. ഈ ഒരു ഫോണിനെ പറ്റിയിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായം ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ ഈ ഒരു സ്മാർട്ട് ഫോൺ ഇന്ത്യൻ മാർക്കറ്റിൽ നിങ്ങൾ ഏത് പ്രൈസിങ്ങിലാണ് എക്സ്പെക്ട് ചെയ്യുന്നത് എന്നുള്ള കാര്യം കൂടി ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക. അപ്പം എൻ്റെ ഒരു അഭിപ്രായത്തിൽ 10,000 രൂപ പ്രൈസ് റേഞ്ചിലാണെന്നുണ്ടെങ്കിൽ തരക്കേടില്ലാത്ത നല്ലൊരു 5G ഫോൺ എന്നൊക്കെ പറയാവുന്നതാണ്. പക്ഷേ കോമ്പറ്റീഷനും ടൈറ്റാണ്. കാരണം ഈ ഒരു പ്രൈസ് റേഞ്ചിൽ പോക്കോ M6 Pro 5G പോലുള്ള ഫോണുകളൊക്കെ വരുന്നുണ്ട്. അതിലാണെങ്കിൽ ഫുൾ HD റെസൊല്യൂഷനും അതുപോലെ തന്നെ പഞ്ചോൾ ഡിസൈനൊക്കെ വരുന്നുണ്ട്. അതുപോലെ തന്നെ 11,000 രൂപ പ്രൈസ് റേഞ്ചിൽ മോട്ടോറോളയുടെ Moto G34 5G എന്ന ഫോണൊക്കെ വരുന്നുണ്ട്. അതിലാണെങ്കിൽ HD റെസൊല്യൂഷനേ വരുന്നുള്ളൂ, എന്നാലും പഞ്ചോൾ ഡിസൈനും 120 ഹെർട്സിന്റെ റിഫ്രഷ് റേറ്റ് ഒക്കെ വരുന്നുണ്ട്. അതുപോലെ തന്നെ കുറച്ചും കൂടി ബെറ്റർ ആയിട്ടുള്ള ചാർജിങ് സ്പീഡൊക്കെ വരുന്നുണ്ട്. എന്തായാലും ഈ ഒരു ഫോണിനെ പറ്റിയിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായം ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക.